സാറേ ആ ചേച്ചിയുടെ കയ്യിൽ തോക്കുണ്ട്. ആ തോക്കുകൊണ്ട് അവള് ചെവി ചൊറിയട്ടെ. നീ എന്റെ കൂടെ വാ, എന്താ നടക്കുന്നത് കാണാം. വേഗം വാടാ. ഞാൻ പറയുന്നത് സാറേ ഞാൻ പറയുന്നത് കേൾക്ക്. എന്തൊരു പിടിവാശിയാണെന്ന് നോക്കിയേ. ഒന്ന് ചുമ്മാ മിണ്ടായിരുന്നില്ല, എന്റെ മേടിക്കട്ടോ. സാർ ഞാൻ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. നീ മിണ്ടായിരിക്കും. സാർ എടി സരോജിനി, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, കഴിഞ്ഞില്ല നിന്റെ അഹങ്കാരം. വലിയ മഹാറാണി എന്ന് വിചാരം. ആഹാ, വീണ്ടും തോക്കെടുക്കേണ്ടി വരും തോന്നുന്നല്ലോ. നീ ചുമ്മാരിക്കടി, ഒരു പിച്ചക്കാരി. നീ ഇല്ലാന്നോർത്ത് എനിക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. നീ ഇല്ലാന്നോർത്ത് ഞാൻ ചാവാനും പോണില്ല. നീ ബോഡി വിശന്ന ആരെങ്കിലും ചോറ് തരില്ലേ? കാശ് കൊടുത്ത എന്റെ കാര്യം നോക്കാൻ ആളെയും കിട്ടും. നീ എനിക്ക് ആവശ്യമില്ല. നീ എന്റെ അടുത്ത് പോയി അന്ന് മുതൽ എനിക്ക് സങ്കടമില്ല, കോപമില്ല, സന്തോഷമില്ല, ചിരിയുമില്ല. നിന്റെ മുഖം കാണുമ്പോൾ നെഞ്ചിനകത്തുണ്ടാകുന്ന ഒരു പടപടപ്പുണ്ടല്ലോ, അതുമില്ല. പൊയ്ക്കോ, സരോജന ഇല്ലെങ്കിലും രാജശേഖരൻ ജീവിക്കും. ഈ മരവും കല്ലും മണ്ണും ഒക്കെ പോലെ ജീവനില്ലാതെ. എന്താ ചേട്ടന്റെ ട്രെയിൻ ട്രാക്ക് മാറുകയാണല്ലോ. ചേച്ചി ഒന്ന് ചുമ്മാരിക്കുന്നുണ്ടോ? ഇത്രയും വർഷം ഒരു ഭാര്യയായിട്ട് മാത്രമല്ല, ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് പോലും ഇങ്ങനെയൊക്കെ. എല്ലാം എന്റെ മണ്ടത്തര. അതുകൊണ്ടാണ് ഞാൻ മാറിയത്. അതൊന്ന് പറയണമെന്ന് തോന്നി, പറഞ്ഞു. ഞാൻ എന്റെ തെറ്റ് സമ്മതിച്ചു എന്ന് കരുതി നീ എന്റെ കൂടെ വരണമെന്നൊന്നുമില്ല. നീ തിരിച്ചു വരികയോ വേണ്ട, അതാണ് എനിക്കുള്ള ശിക്ഷ. നീ തിരിച്ചു വരുവോ വേണ്ട, എന്നോട് ക്ഷമിക്കോ വേണ്ട, ഒന്നും വേണ്ട. നിന്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. ഇവിടെയോ വേറെ എവിടെ വേണമെങ്കിലും നീ പോയിക്കോ. ഇനി നിനക്ക് വേറൊരു ജീവിതം കിട്ടുമെങ്കിൽ അങ്ങനെ ആയിക്കോ. നിനക്ക് വേറൊരു കല്യാണം കഴിച്ചുകൂടെ സരോജിനി? നിനക്ക് സന്തോഷമായി ജീവിക്കാനുള്ള യോഗമുണ്ട്. അത് മറ്റൊരാളുടെ കൂടെ ആണെങ്കിൽ പോലും എനിക്ക് തടയാനാവില്ല. നീ പൊയ്ക്കോ, പോ. ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? കൊന്നുകളെ തന്നെ ഞാൻ. ഇനി ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കുന്നാണോ? കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാൻ എനിക്ക് കഴിയും. നീ എന്നോട് ക്ഷമിക്കണം. നീ എന്റെ കൂടെ ജീവിക്കണം. അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ നോക്കിയിരിക്കാം. 10 വർഷം, 100 വർഷം, എത്ര വർഷം വേണമെങ്കിലും. പക്ഷെ ദയവ് ചെയ്ത് ഞാൻ ചാവുന്നതിന് മുമ്പ് നീ എന്നോട് ക്ഷമിക്കണം. നീ ഇല്ലാതെ എനിക്ക് ചാവാൻ പോലും പറ്റില്ല സരോജിനി. അയ്യോ, തോന്നിയിരിക്കുന്നു. എന്റെ ചേട്ടൻ മനുഷ്യനായി മാറി, സന്തോഷായി. പിന്നെ ഇതാ അത്ര വലിയ കാര്യം സരോജിനി. സത്യമായിട്ട് ഞാൻ ചത്ത് ജീവിക്കായിരുന്നു. എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. ഹരീഷ എല്ലാം പറഞ്ഞു തന്നത്. ഹരീഷ് എവിടെ? ഹരീഷ് എവിടെ? ദേവു, ഹരീഷ് നല്ല കുട്ടിയാ. ഞാൻ അവനെ തെറ്റിദ്ധരിച്ചത്. ഇനി നിങ്ങൾ രണ്ടുപേരും പാർട്ടി മാറിയെന്ന് കരുതി ഞാൻ നിങ്ങൾ പറയണത് കേൾക്കണോ? ഹരീഷിന് നിന്നോട് എത്ര സ്നേഹാണെന്നറിയോ? അവനെ പോലൊരു എനിക്ക് അവനെ ഇഷ്ടമല്ല. അവനെ കുറിച്ചൊന്നും പറയണ്ട. എന്താ മോളെ ഇത്? അച്ഛൻ പറഞ്ഞത് അനുസരിച്ച് എന്താ? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെന്താ? ഏതാ ശരി ഏതാ തെറ്റെന്ന് എനിക്കും അറിയാം. അവനെ പോലെ ഒരു ചതിയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ. ദേവു മോളെ നിനക്ക് വേണ്ടിയാണ്. എന്നെ ഒന്ന് വെറുതെ വിടുന്നുണ്ടോ? എന്താ ദേവു ഇത്ര പിടിവാശി കാണിക്കുന്നത്? എന്താ ഇത്? അവളെ വിട്ടേക്ക്. നല്ലതും ചീത്ത അവൾക്ക് തിരിച്ചറിയാലോ. അതെ, നീ പറഞ്ഞ ശരിയാ. അയ്യടാ, എന്റെ ചേട്ടൻ മാറിക്കഴിഞ്ഞു. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സീക്രട്ട് ഉണ്ട്. ഞാൻ നിന്റെ ചേട്ടനല്ല, അനുജനാ. ഓക്കെ ചേട്ടാ. അതെ, സാറെന്താ പറഞ്ഞേ? ഇതെന്റെ ചേച്ചിയാ. ഇതുവരെ തീർന്നില്ല നിങ്ങളുടെ ചേട്ടനും ചേച്ചി മത്സരം.